ഹലോ ഫ്രണ്ട്സ്, ഫിൻടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദിവസക്കൂലിക്കാരായിട്ടുള്ള ആളുകൾക്കും പെൻഷൻ തുക സമാഹരിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയെ പറ്റിയിട്ടാണ്. ടൈൽസ് പണിക്ക് പോകുന്ന ആളുകൾ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ ഇങ്ങനെയുള്ള ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ആളുകൾക്ക് മിക്കവർക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന, പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. സോ വൺസ് അഗൈൻ welcome back to Fintalks. This is Alex Jacob. മിക്ക ദിവസക്കൂലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരു ദിവസം എത്ര രൂപ വരുമാനമുണ്ട് എന്നതിനെ പറ്റിയിട്ട് അവർക്കൊരു നല്ല ധാരണ ഉണ്ടായിരിക്കും. പക്ഷേ മിക്ക ആളുകളോടും നമ്മളൊരു മാസം അവർക്ക് ശമ്പളം എത്രയാണ് അല്ലെങ്കിൽ ഒരു മാസ വരുമാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. കാരണം അവരുടെ എല്ലാ കാൽക്കുലേഷൻസും നടക്കുന്നത് ഈ ഒരു ദിവസക്കൂലിയുടെ പുറത്തായിരിക്കും. അതായത് യാത്രാ ചിലവ് എത്രയുണ്ട്, ഭക്ഷണം കഴിക്കുന്നതിന് എത്ര ചിലവ് വരും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ഒരു ദിവസക്കൂലിയുടെ പുറത്തായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ മാസ ശമ്പളത്തിനെ പറ്റി വലിയ ധാരണയില്ലാത്ത ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പലപ്പോഴും ഓർമ്മ വരാറുള്ളത് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ഒരു ചിത്രത്തിനകത്ത് നിവിൻ പോളി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടുവരുന്ന ഒരു രണ്ട് പേരുണ്ട്, ഫ്രീക്കന്മാരായിട്ടുള്ള രണ്ട് ടൈൽസ് പണിക്കാർ. അപ്പോൾ അവരോട് ചോദിക്കുന്ന ഈ ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അവർക്കും ഒരു ദിവസം അവരുടെ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് കയ്യിൽ എത്ര രൂപ സേവ് ആവുന്നുണ്ട് അല്ലെങ്കിൽ എത്ര രൂപ അവർക്ക് കയ്യിൽ ബാക്കി വരുന്നുണ്ട് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് വ്യക്തമായ ഒരു കണക്കില്ല. ഇത് തന്നെയാണ് ഒരു 90% ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ. കാരണം അവർ സത്യത്തിൽ അവരുടെ ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ആലോചിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാധ്യതയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ പറയുന്ന ദിവസക്കൂലിയുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് അത്യാവശ്യം നല്ല വർക്കുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു ദിവസക്കൂലി നമുക്ക് വേണമെങ്കിൽ ഒരു 800 രൂപ മുതൽ ഒരു 1500 രൂപയുടെ ഇടയ്ക്കാണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എല്ലാ ദിവസവും പണിയുണ്ടെങ്കിൽ ഒരു മാസത്തിൽ 30 ദിവസത്തോളം അദ്ദേഹത്തിന് ജോലിക്ക് പോകാനും സാധിക്കുന്നുള്ള ഒരു കണ്ടീഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, എല്ലാവരുടെ കേസിലും ഇത് ശരിയാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ആളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു ദിവസം ഒരു 100 രൂപയെങ്കിലും മാറ്റി വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ഒരു പെൻഷൻ ആവുന്ന സമയത്ത് 1.5 കോടി മുതൽ 2 കോടി രൂപ വരെ സമാഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ 20 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് അടുത്തൊരു 30 വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം അയാൾക്ക് ഒരു 50 വയസ്സാവുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ഏകദേശം അയാൾക്ക് ഒരു 60 വയസ്സാവുന്ന സമയത്തോ അയാൾക്ക് ഈ ഒരു പെൻഷൻ തുക സമാഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ ഏതാണ്, ഇതിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മൾട്ടി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം 100 രൂപ വെച്ച് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു മാസം അവസാനമാകുമ്പോൾ ഏകദേശം ഒരു 3000 രൂപയെങ്കിലും അയാളുടെ കയ്യിലുണ്ടായിരിക്കും. ഈ തുക ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചതിന് ശേഷം നമ്മൾ ഒരു മൾട്ടി ക്യാപ്പ് ഫണ്ടിലേക്ക് ഇതിനെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ SIP ആയിട്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എല്ലാ മാസവും 3000 രൂപ വെച്ച് അയാൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരാളെ സംബന്ധിച്ച് അത് ഏകദേശം ഒരു 20 വർഷമോ 30 വർഷമോ ഒക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏകദേശം 2 കോടി രൂപ വരെ മൂല്യത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് ആ ഒരു മൾട്ടി ക്യാപ്പ് ഫണ്ടിൻ്റെ റിട്ടേൺ അനുസരിച്ചാണ്. ഇതൊരു ഗ്യാരണ്ടീഡ് റിട്ടേൺ അല്ല. അതായത് നമ്മൾ ബാങ്കിൽ FD ഇടുന്ന പോലുള്ള ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ ഒന്നും ആയിരിക്കില്ല. മൾട്ടി ക്യാപ്പ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ പോകുന്നത്. അപ്പോൾ ആ ഫണ്ടുകളുടെ, ആ ഷെയറുകളുടെ പെർഫോമൻസിനനുസരിച്ചൊക്കെ ആയിരിക്കും നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ അത് ഓൺ ആൻ ആവറേജ് ഇന്ന് ഇന്ത്യയിൽ അത്യാവശ്യം നല്ല ഫണ്ടുകളൊക്കെ ഒരു ലോങ് ടേമിൽ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 12% മുതൽ ഒരു 15% ഇടയ്ക്കുള്ള റിട്ടേൺസൊക്കെ എല്ലാ ഫണ്ടുകൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിളിലൂടെ മികച്ച പെർഫോമൻസ് നടത്തിയ ഒരു 3 ഫണ്ടുകൾ ഇവിടെ കാണിക്കാം. അപ്പോൾ അതിലൊന്ന് എന്ന് പറയുന്നത് നിപ്പോൺ ഇന്ത്യയുടെ ഒരു ഫണ്ടാണ്. അത് 1995 നിക്ഷേപിച്ചിരുന്ന ഒരാൾ അന്ന് മുതൽ SIP ആയിട്ട് ഒരു 3000 രൂപ ഒരു മാസം നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 2 കോടി 29 ലക്ഷം രൂപയുടെ അടുത്താണ്. അപ്പോൾ അത് ആകെ അയാൾ നിക്ഷേപിച്ചിട്ടുണ്ടാവുന്നത് ഒരു 8.7 ലക്ഷം രൂപ മാത്രമാണ്. പക്ഷേ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 2 കോടി 29 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അതിൻ്റെ ഏകദേശം റിട്ടേൺസ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു 22%. അതുപോലെ തന്നെ നമ്മുടെ HDFC ടോപ്പ് 100 എന്ന് പറയുന്നൊരു ഫണ്ടിൽ ഒരാൾ 1996 നിക്ഷേപിച്ചു
നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തുകയുടെ മൂല്യം എന്ന് പറയുന്നത് 1,15,00,000 അടുത്താണ്. അപ്പോൾ ആ ഒരു ഫണ്ടിന് ഏകദേശം 18.97% റിട്ടേൺസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹം നിക്ഷേപിച്ചിട്ടുള്ളത് വെറും 8,37,000 രൂപയാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ DSP ഇക്വിറ്റി ഫണ്ടിൽ നോക്കുകയാണെങ്കിൽ 97 ഒരാൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. അപ്പോൾ ഇവിടെ കിട്ടിയ റിട്ടേൺ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 18.92%. അതിൽ അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നത് 8.19 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നമ്മൾ പലർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ലൈക്ക് ഇത് എത്രമാത്രം നമുക്ക് വിശ്വസിച്ച് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന ഒരു റിട്ടേൺസ് ഇതിനകത്ത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ SIP ആയിട്ട് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് ഷെയർ മാർക്കറ്റിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളൊന്നും നമ്മുടെ ഫണ്ടിനെ ബാധിക്കില്ല. മാത്രമല്ല നമ്മൾ ഇതിൽ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു പൈസയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിട്ടേൺസോ എന്നതിനേക്കാൾ എത്ര വർഷത്തേക്ക് കൂടുതൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ എമൗണ്ട് എത്രത്തോളം വലുതാണ് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എത്ര വർഷം കൂടുതൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചുള്ള റിട്ടേൺ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു ഷെയർ മാർക്കറ്റ് ഒരിക്കലും ഒരു ഫിക്സ്ഡ് ഇടുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഒരു സേവിങ്സ് ഡെപ്പോസിറ്റ് ഇടുന്ന പോലെയോ ഒന്നുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് അല്ല. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് റിസ്ക് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പം മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ഉണ്ട്. പക്ഷേ നിങ്ങളൊരു ലോങ് ടേമിലേക്ക് ഈ പറയുന്ന പോലെ ഒരു 25 വർഷത്തേക്കോ 30 വർഷത്തേക്കോ ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതൊരു വലിയൊരു റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വരില്ല. അപ്പോൾ നിങ്ങളൊരു ആക്ഷൻ ടേക്കർ ആണെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നല്ല റിട്ടേൺസ് നിങ്ങളുടെ ഏകദേശം റിട്ടയർമെൻറ്റ് സമയമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഫണ്ടുകളൊക്കെ ഏകദേശം ഒരു 25 വർഷം മുന്നേ നിങ്ങൾ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഈ ഒരു റിട്ടേൺ നിങ്ങൾക്ക് കിട്ടിയേനെ. പക്ഷേ ഇനി നമുക്ക് ഈ ഒരു ഫണ്ടുകളിലൊന്നും നിക്ഷേപിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഫ്രഷ് ബിഗിനിങ് ഉള്ള ഒരാൾക്ക് ഇനി എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ഫണ്ടുകളെയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു 5 ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ഫണ്ടുകളിൽ ഏതെങ്കിലും ഒരു ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപിച്ചാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മന്ത്ലി 3,000 എന്നുള്ളത് 3 ഫണ്ടുകളിൽ 1,000 റുപ്പീസ് ആയിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആളുകളും ഇതിനകത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ഇയർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 22% അല്ലെങ്കിൽ 23% റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ പൈസ ഇടുമ്പോൾ ബാങ്ക് തരുന്ന പോലെ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ ഫിഗറൊന്നുമല്ല അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 22% കിട്ടുമെന്നുള്ളത് ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ ഒന്നുമല്ല. അത് ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു പാസ്റ്റ് പെർഫോമൻസ് വെച്ചിട്ടൊക്കെയാണ് ആ ഒരു റിട്ടേൺസ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന നമ്പറുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത്ര റിട്ടേൺസ് കിട്ടുമെന്ന് കണക്ക് കൂട്ടരുത്. നിങ്ങളൊരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം മിനിമം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 25 വർഷമോ 30 വർഷമോ നിങ്ങൾ നിക്ഷേപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു റിട്ടേൺസ് ഇതിനകത്തുനിന്ന് കിട്ടുള്ളൂ. ഒരു 1.5 കോടി അല്ലെങ്കിൽ 2 കോടി രൂപയുടെ ഒരു പെൻഷൻ തുക അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു റിട്ടേൺ പെർസെൻറ്റേജ് മാത്രം നോക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഫണ്ടുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ 3 ഫണ്ടുകളായിട്ടോ അല്ലെങ്കിൽ 1,500 വെച്ച് 2 ഫണ്ടുകളിലായിട്ടോ ഒക്കെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. പക്ഷേ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 3,000 രൂപ നിങ്ങൾക്ക് മന്ത്ലി നിക്ഷേപിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ 30 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ മിക്ക ആളുകൾക്കും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ പോവുമോ, ഇതിന് എത്രമാത്രം ഗ്യാരണ്ടി ഉണ്ട് എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ലോങ് ടേം ആണ്. അതായത് 25 വർഷം 30 വർഷം എന്നൊക്കെ പറയുന്നത് വളരെ ലോങ് ടേം ആണ്. പിന്നെ രണ്ടാമത്തത് ഇത് നിങ്ങൾ ലംസം ആയിട്ട് ചെയ്യരുത്. അതായത് വൺ ടൈം ആയിട്ട് നിങ്ങളൊരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനല്ല പോകുന്നത്. നിങ്ങൾ മന്ത്ലി 3,000 രൂപയായിട്ട് SIP മെത്തേഡിലൂടെയാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്
നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഹരി വിപണി താഴേക്കോ മുകളിലേക്കോ വന്നു കഴിഞ്ഞാലും അതിനെല്ലാം പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ SIP എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഈ ചെറിയ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയില്ല. അപ്പോൾ മിക്ക ആളുകൾക്കും മ്യൂച്വൽ ഫണ്ടിൽ ലോസ് വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റ് ക്രാഷായി എന്നൊക്കെ കേൾക്കുമ്പോൾ വെറുതെ അനാവശ്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് പോയി റിഡീമൊക്കെ ചെയ്യുക, അതായത് വിഡ്രോ ചെയ്ത പൈസയൊക്കെ എടുക്കുമ്പോഴാണ് മിക്കവർക്കും നഷ്ടം പറ്റുന്നത്. പക്ഷേ മാർക്കറ്റിലുണ്ടാകുന്ന ഈ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും കൺസിഡർ ചെയ്യാണ്ട് ലോങ് ടേം വിഷനോട് കൂടിയിട്ട് ഒരു 20 വർഷത്തേക്കും 25 വർഷത്തേക്കൊക്കെ വേണ്ടി നിക്ഷേപിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർക്ക് SIP മെത്തേഡിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ഏറ്റവും കുറഞ്ഞത് 1.5 കോടിയെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിലൂടെ നമുക്ക് ചോദിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങുന്നത്, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.